Hello guys, welcome to YouTube channel Machan Games H.0. ഗൈസ് പനിയാണ്. അപ്പോൾ സൗണ്ടിന് ഇച്ചിരി പ്രശ്നം കാണും ഗൈസ്. കാരണം പനി കുറച്ച് ദിവസം കൊണ്ട് മാറത്തില്ല. എന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചെടുത്തതാണ് ഗൈസ്. എന്തുവാ നമ്മളിന്നൊരു കല്യാണ ട്രിപ്പിനാണ് വന്നിരിക്കുന്നത്. കല്യാണ ട്രിപ്പ് നമ്മൾ എടുക്കത്തില്ല ഗൈസ്, അറിയാമല്ലോ, നമ്മൾ എടുക്കത്തില്ല. പിന്നെ നമുക്ക് അറിയാവുന്നൊരു ചെറുക്കനായതുകൊണ്ട് നമ്മളെ ഫ്രണ്ടാണ് ഗൈസ്, ഫ്രണ്ടിൻ്റെ ആരാണ്ടെയാണ് ഗൈസ്. അതുകൊണ്ട് മാത്രം നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഗൈസ്. പിന്നെ കല്യാണ ട്രിപ്പ് എടുക്കാത്തിരുന്നത് എപ്പോഴും നമ്മൾ കല്യാണ ട്രിപ്പ് എടുക്കാതാണ് നോക്കുന്നത്. നമ്മൾ വിചാരിച്ച് ഫ്രണ്ടിൻ്റെ എല്ലാം ഒന്ന് വിചാരിച്ച് എടുക്കാം ഗൈസ്. പിന്നെ എനിക്ക് പനിയൊക്കെയാണ് ഗൈസ്, സൗണ്ട് എന്തെങ്കിലുമൊക്കെ വരും. ഫസ്റ്റ് ഞാൻ അതിന് തന്നെ സോറി കേൾക്കുന്നു. പിന്നെ ഗൈസ് എനിക്ക് നിങ്ങളടുത്ത് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി സ്പടികമാണ് ഗൈസ്. അവർക്ക് സ്പടികം മതി എന്ന് പറഞ്ഞേ ഗൈസ്. നമുക്ക് കസ്റ്റമറിൻ്റെ ഇഷ്ടം പോലെ വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. സ്പടികം മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ സ്പടികം എടുക്കുന്നുണ്ട് ഗൈസ്. സ്പടികം സീൻ വണ്ടിയാണ് ഗൈസ്, വേറെ കുറ്റവും കാര്യങ്ങളൊന്നും പറയാനില്ല. സീൻ വണ്ടി ഇരട്ടച്ചങ്കൻ എന്നൊക്കെ എഡിഷൻ അങ്ങോട്ട് നമ്മൾ ചെറിയ മാസമാണ്. പിന്നെ ഗൈസ് നമ്മൾ 300 വെറും 20 സബ്സ്ക്രൈബ് ഇടാൻ മതി ഗൈസ്. അത് ഈ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനെയും കൊണ്ട് പറ്റും. അതെനിക്ക് ഉറപ്പാണ്. പറ്റുമെന്ന് വെച്ചാൽ നല്ല ഉറപ്പാണ് ഗൈസ്. കാരണം നമ്മളൊക്കെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പ്ലീസ്. നമ്മൾ ഇത്ര നാളും കല്യാണ ട്രിപ്പ് എടുക്കാതിരുന്നതാണ്. പിന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ ആയതുകൊണ്ട് കല്യാണ ട്രിപ്പ് എടുക്കാൻ വിചാരിച്ച് രാവിലെ 8-8:30 അവർക്ക് അവിടെ നിന്ന് നമ്മൾ നേരെ അവരുടെ വീട്ടിലോട്ട് പോന്നു. 8-8 അവർക്ക് അവിടെ നിന്ന് ഇറങ്ങണം ഗൈസ്. അത് നമ്മളിപ്പോൾ 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടി എടുക്കാം. നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് വിടാം ഗൈസ്. 8-8:30 അവിടെ നമുക്ക് 7:30 അവിടെ എത്തും ഗൈസ്. ഇച്ചിരി നേരത്തെ ഇത് കണക്കാച്ചെന്ന്, കാരണം ആൾക്കാർക്ക് വന്ന് കയറുമ്പോൾ തന്നെ നല്ല സമയമാവും ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോവാം ഗൈസ്. ഇന്ന് വീട്ടിലോട്ട് എനിക്ക് വന്ന് ഇച്ചിരി ദൂരം കണ്ടുള്ളത്. സ്പീഡൊന്നും കുഴപ്പമില്ല ഗൈസ്. ലൈലാൻഡിൻ്റെ വർക്കല്ലേ പോകുന്ന വഴി ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. ഏതാണ്ട് അമ്പലത്തിൽ വെച്ചാന്നാ പറഞ്ഞേ. ഇച്ചിരി ദൂരം ഓടി എത്തിയൊരു ഗ്രാമം പ്രദേശത്തെത്തി ഗൈസ്. വീഡിയോ ആദ്യമായിട്ടോ ഏതെങ്കിലും മച്ചന്മാരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അമ്പലത്തിൽ വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ അമ്പലമുണ്ട് ഗൈസ്. പിന്നെ ഈ അമ്പലത്തിൽ അങ്ങനെ ആണ്ട് വെച്ചിട്ടുണ്ടാകും കണ്ടാകും. ചെക്കൻ്റെ അടിച്ച് അത് പോണം ഗൈസ്. നമ്മൾ ചെക്കൻ്റെ ഓട്ടോ ആണ് എടുക്കുന്നത്, പെണ്ണല്ല. പെണ്ണിൻ്റെ വേറെ ഏതാണ്ട് 3 ഐറ്റം കണ്ട ഗൈസ്. വണ്ടിക്കിട്ട് കാറ്റടിക്കണം ഗൈസ്. കാറ്റ് കുറവാണ് ഗൈസ്. ഓടിച്ചപ്പോൾ ഫീൽ ചെയ്തപ്പോൾ കാറ്റൊന്നും അടിച്ചിട്ട് വരാം.
കാരണം എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആക്കി പോകണ്ടേ. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പറ്റിയ ചേട്ടൻ 4 ടയർ കാറ്റടിച്ചേട്ടെ ഗൈസ്. കാറ്റടിക്കട്ടെ ഗൈസ്. വെറുതെ ഇവിടെ നിൽക്കാം. ബോർഡൊക്കെ എന്താണ്ട് ബസ് വാഷിൻ്റെ ഗൈസ്. ബസ് വാഷിൻ്റെ നമ്മൾ അവിടുന്ന് കുളിപ്പിച്ച് നമ്മൾ ഇറങ്ങാനെ കൂട്ടപ്പനാക്കി വന്നേക്കുന്നത് ഗൈസ്. കാറ്റൊക്കെ അടിച്ചെന്ന് പറഞ്ഞ് ഗൈസ് നമ്മളെ വണ്ടി കാറ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാറ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. എടുക്കാം, വണ്ടി എടുക്കാം. ചെറുക്കൻ്റെ വീട് ഇവിടെ കണ്ടാണ് ഗൈസ്. ഒരു സിറ്റി സ്ഥലത്താണ്. സിറ്റി അല്ല, പകുതി ഗ്രാമം പകുതി സിറ്റി. പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാനൊന്നും സമയമില്ല. അത് മാത്രമല്ല ചെറുക്കൻ്റെ വഴി ഇങ്ങനെ ഒരു ഇടവഴി കയറി പോകണം. ഇതാണോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഇത് ഷോർട്ട് കട്ടാണ് കണ്ടത്. ആറ്റും തീരമൊക്കെ എത്തിയിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. ഷോർട്ട് കട്ടാണ് ഗൈസ്. ഷോർട്ട് കട്ടായിരുന്നു. നൈസിന് ഷോർട്ട് കട്ടി കിടക്ക് കയറി വന്ന് വണ്ടി ഏറെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ വണ്ടി വിടാം. വെച്ചു കൊടുത്തിട്ട് നമുക്ക് പോകുന്നില്ല. ചെറുക്കനെ വീടെത്തുന്നില്ലല്ലോ. അവർ പറഞ്ഞ് കുറച്ച് ദൂരമേ ഉള്ളൂ. ശമ്പളം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മകനുണ്ടായിരുന്നു. ചുമയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഗൈസ് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ എത്തിയപ്പോൾ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. കാർമേഘങ്ങളെല്ലാം ഇരുട്ടി ഗൈസ്.
പഴയ പോലെ ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ ഫസ്റ്റ് സോറി ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചുമയാണ് ഗൈസ്. എന്നിട്ടും വീഡിയോ ഇടാൻ വിചാരിച്ചിരുന്ന പ്ലീസ് ഒരു സബ്സ്ക്രൈബ് എങ്കിലും തരണേ. ചെറുക്കൻ്റെ വീട് ഗൈസ്. ചെറുക്കൻ്റെ വീട് തുമ്പി കടന്ന വീടാണ് ഗൈസ്. ഇവിടെ നിർത്താൻ സ്ഥലമില്ലല്ലോ ഗൈസ്. ഒരുമാതിരി ഒരു സ്ഥലമായി പോയി. ചെറുക്കൻ്റെ വീട് ഇതാ. ഈ കാണുന്നതാണ് ഗൈസ് ചെറുക്കൻ്റെ വീട്. ഇറങ്ങി നിൽക്കുക. നമ്മൾ ഇച്ചിരി നേരത്തെയാണ് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വരട്ടെ. നമുക്ക് വെറുതെ റോഡിൽ ഇങ്ങനെ നിൽക്കാം ഗൈസ്. ചെറുക്കൻ്റെ വീട് കുഴപ്പമില്ല, കൊള്ളാമില്ല ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല. പുറകിലൊക്കെ ഉണ്ട് ഗൈസ് ചെറുക്കൻ്റെ വീട്. അവിടെ അകത്ത് ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. മറ്റേ തൊട്ടൊക്കെ തൊഴുവത്തിന് ഗൈസ്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുക. നമുക്ക് എന്തായാലും വണ്ടി കയറിയിരിക്കാം. പിന്നെ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോറടിച്ചിട്ടാണ് ഗൈസ്. ഇത്ര നേരമായിട്ട് അവർ വരുന്നില്ല. വണ്ടി തന്നെ ഇരിക്കുക. ഇത്ര നേരത്തൊന്നും വരണ്ട ഗൈസ്. എല്ലാവരും ഒരു സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ്. ഒരു സബ്സ്ക്രൈബ് എങ്കിലും തന്നാൽ മതി. ഗൈസ് അവർ വരുന്നുണ്ട് ഗൈസ്. കയറട്ടെ ഗൈസ്. ഡോർ തുറന്ന് കൊടുക്കാം. ഗൈസ് ഡോർ തുറന്ന് കൊടുക്കുന്നുണ്ട്. കയറട്ടെ. ഗൈസ് അങ്ങനെ എല്ലാണം കയറിയിരിക്കുകയാണ് ഗൈസ്. എല്ലാണം കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം എല്ലാണം കയറിയിട്ടുണ്ട്. ഡോർ അടയ്ക്കാം. നേരത്തെ അത് പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി അണ്ണാ പാട്ടൊക്കെ ഇടുന്നതെന്ന്. ഞാൻ പറഞ്ഞു മക്കളെ ടൂറൊന്നുമല്ല ഗൈസ്, കല്യാണമാണ്. പക്ഷേ നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് ഗൈസ്. നമ്മളെ ട്രിപ്പ് വിളിച്ചാൽ എന്ത് കുഞ്ഞു പരിപാടി ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കും ഗൈസ്. എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് മാക്സിമം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും. അല്ല കുഞ്ഞ് അപ്പുറത്ത് വരെ പോകുന്നതിൻ്റെ പരിപാടിയോ അങ്ങനെ എന്തായാലും പാട്ടിട്ടാ അങ്ങനെ ഒന്നും നമ്മളുടെ ഒരു അതുണ്ട്. അതനുസരിച്ച് നമ്മൾ ഫുൾ എല്ലാം ചെയ്യും. നമുക്ക് പോവാം. മുഹൂർത്തത്തിന് സമയമാകാറാ ഗൈസ്. മുഹൂർത്തം 8:30-9 മണി ആ ഒരു സമയമൊക്കെ ഉണ്ടാകും. രാവിലെയാണ് ഗൈസ്. രാവിലെയാണ് കല്യാണം. ഉച്ചയ്ക്ക് പിന്നെ രാത്രി റിസപ്ഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട്. റിസപ്ഷന് വണ്ടി വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. റിസപ്ഷന് എല്ലാവരും കാറൊക്കെ ഉണ്ടല്ലോ ഗൈസ്. കാറിലങ്ങ് എത്തുന്നതാണ് പറഞ്ഞേക്കുന്നത്. തിരിച്ച് ഇവരെ വീട്ടിൽ കൊണ്ടാക്കണം ഗൈസ്. അങ്ങനെ മുട്ട ചടങ്ങുണ്ട്. ഗൈസ് അമ്പലം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും പെട്ടെന്ന് അമ്പലം എത്തു ഗൈസ്. എനിക്കൊന്ന് ചെറുക്കൻ്റെ വീട്ടിലെത്താനാണ് നമ്മൾ ഇത്രയും വൈകിയത്. അമ്പലം എത്തുമെങ്കിൽ പിന്നെ എന്തുവാ. അങ്ങോട്ടല്ലേ കഥയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. മെയിൻ കാര്യം സദ്യയിലോട്ട് കിടക്കാം ആണ് ഗൈസ്. അമ്പലം കുഴപ്പമില്ലാത്തൊരു പഴയ ഒരു അമ്പലമാണ് ഗൈസ്. ഒന്നുകൊണ്ട് ഈ സ്റ്റേജൊക്കെ കിട്ടി അതിനകത്തായിരിക്കും കല്യാണം. സദ്യപ്പേര് എവിടെയാണ് ഗൈസ്? നമുക്കതാണ് മുഖ്യം ഗൈസ്. ഇവിടെ ഒരാൾ വീൽ ചെയറിൽ ചത്ത കണ്ട കഥ പാവം ഇരിക്കുന്നുണ്ട് ഗൈസ്. ഒരാൾ വീൽ ചെയറിൽ ഗൈസ്. കല്യാണം നടക്കട്ടെ. എല്ലാം ഇറങ്ങി വരുന്നേ ഉള്ളൂ. നമുക്ക് സദ്യപ്പേര് എവിടെയാണെന്ന് നോക്കിയിട്ട്
ഗൈസ് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് വേറൊക്കെ ഇറങ്ങി നമ്മൾ നേരെ കയറിയിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ടുണ്ട്. പെണ്ണും ചെറുക്കനൊക്കെ വേറെ വണ്ടിയിൽ പോയിട്ടുണ്ട് ഗൈസ്. കുടുംബക്കാരും വീട്ടുകാരും എല്ലാം കയറിയിട്ടുണ്ട്. നേരെ വണ്ടി വളയ്ക്കാം. വളയുമോ ഗൈസ്? ബ്രേക്കില്ല. നമുക്കും ബ്രേക്കും ഉണ്ടാവില്ല. ഏത് വഴി പമ്പാനും ഒരുത്തം കാട്ടിപ്പോയിരിക്കുന്നു. ഷട്ട് നോക്കി ഗൈസ്, കാട്ടിപ്പോയിരിക്കുന്നു. എനിക്ക് ചിലപ്പോൾ അവരുടെ സ്റ്റോപ്പ് അവിടെ ആയിരിക്കും ഗൈസ്. കാട്ടിപ്പോയിരിക്കുന്നു. ഇവരെയൊക്കെ കൊണ്ട് തോറ്റിട്ടുണ്ട്. എല്ലാം വിചാരിച്ചാണ് ഗൈസ് പുതിയ വൈബിടും. എണ്ണൻ്റെയൊക്കെ മൂളി മൂളി മൂടി ഇതോട്ടൊക്കെ നിർത്താം. ചെറുക്കൻ്റെ അമ്മായിമ്മയുടെ ഇവിടെ കണ്ട കയറിയിട്ട് എല്ലാവരും പോത്തോളും. ഞാൻ പറഞ്ഞു ഗൈസ് നമ്മളിവിടെ വരെ ഉള്ളു. അപ്പം ഗൈസ് ഇന്നത്തെ ഒരു തട്ടിക്കൂട്ടി വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.